ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. മനസ്സുകൊണ്ട് ആദ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാമെങ്കിൽ ഭൂമിയിലെ എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാം. മനോഹരമായ ഒരു കോട്ട്. മനസ്സുകൊണ്ട് ആദ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാമെങ്കിൽ ഭൂമിയിലെ എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും അബൻഡൻസും സമൃദ്ധിയും നമ്മൾ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഏത് ആഗ്രഹവും സഫലീകരിക്കുന്ന ദിനങ്ങൾ തുടരുന്നു. ദി ബെസ്റ്റ് ഡേ 1039 ദിനം, നമ്മളുടെ ബാച്ചിന്റെ 20 ദിനം. ഇന്ന് നമ്മൾ ഈ സ്വന്തമാക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചർച്ച ചെയ്യും. 3 പ്രധാനപ്പെട്ട റീപ്രോഗ്രാമിംഗ് ടൂൾ. ഇതാണ് വിഷൻ ബോർഡിന്റെ അടിസ്ഥാനം. ഇതാണ് മനസ്സിന്റെ മൈൻഡ് പവർ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ ഇതിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഈ ദിനത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും. ഔട്ട് യു സജീഷ് നെന്മാറ സർ. യെസ് സർ, റെഡി. താങ്ക് യു സാർ, താങ്ക് യു. അതുകൊണ്ട് ഞാൻ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. കേരളത്തിൽ നല്ല മഴയാണ്. ഇതുപോലെ മഴ കിട്ടാത്ത ഒരു പ്രദേശം, മഴ തീരെയില്ല. അവിടെ ആകെ ബുദ്ധിമുട്ടായി. അടുത്ത ഗ്രാമത്തിൽ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ. പക്ഷികളൊക്കെ വെള്ളം കിട്ടാതെ ദാഹിച്ച് വലയാൻ തുടങ്ങി. മനുഷ്യന്മാരെ പോലെ തന്നെ വൃക്ഷലതാദികളെല്ലാം കരിയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് ഒരു ദിവ്യൻ വന്നു ചേർന്നു. ആ ദിവ്യൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 24 മണിക്കൂർ പ്രാർത്ഥന, എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ പ്രാർത്ഥന നടത്താം. അതിനുശേഷം ചെറിയൊരു പൂജയും ചെയ്യാം. ആ സമയം മഴ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷവാന്മാരായി. അങ്ങനെ കുറേ ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് 24 മണിക്കൂർ പ്രാർത്ഥനയും പൂജയും കഴിയുന്നതോടുകൂടി മഴ ആരംഭിച്ചു. അവിടെ വന്നവരെല്ലാം നനഞ്ഞു, 2 പേരൊഴികെ. കാരണം ആ 2 പേര് കയ്യിൽ കുട കരുതിയിട്ടാണ് വന്നത്. ബാക്കി 100 പേരാണെങ്കിൽ ബാക്കി 98 പേരും വിചാരിച്ചത് പ്രാർത്ഥന നടക്കും, പൂജ നടക്കും, പെയ്താ പെയ്യട്ടെ എന്നുള്ളതാണ്. പക്ഷെ 2 പേർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, മഴ പെയ്യും, ഞാൻ നനയില്ല, അതുകൊണ്ട് ഞാൻ കുട കരുതും. അതുപോലെ തീവ്രമായ ആഗ്രഹത്തിനൊപ്പം തന്നെ വിശ്വാസവും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഓങ്കാരൻ ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം എന്ന് തോന്നുന്നു. ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്യണം. ആ സാറേ, ഹാപ്പി മോർണിംഗ്. ഞാനിപ്പോ കളമശ്ശേരിയിലാണ്, ക്യാമ്പിലാണ്. ഞാൻ പ്രയർ ചൊല്ല. കരുണവാരിധേ പരമദൈവമേ, കരുണവാരിധേ പരമദൈവമേ, കരുണയെപ്പോഴും ചൊരിയണേ നാഥ, അറിവിലെന്നെ നീ വളർത്തണേ എന്നും, പരിശുദ്ധതയിൽ വളർത്തണേ സദാ, ഒരു വിധത്തിലും ഉപേക്ഷ കൂടാതെ അഗതിയാമെന്നെ അനുഗ്രഹിക്കണേ, ഒരിക്കലും അങ്ങേ മറന്നു ജീവിക്കാൻ എനിക്കു തോന്നല്ലേ, എനിക്കു തോന്നല്ലേ.
താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ഓങ്കാരൻ ടീച്ചർ. ഓങ്കാരൻ ടീച്ചർ ഒന്നുകൂടി അറിയപ്പെടാൻ പോവുകയാണ്. സംസ്ഥാന കലോത്സവം ഇപ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുന്ന ടീച്ചറുടെ സ്കൂളാണ്, അവിടുത്തെ പ്രിൻസിപ്പാളാണ്. അപ്പൊ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഉണ്ടാവും. അത് വളരെ ഭംഗിയായി നടത്തി അടുത്ത കൊല്ലം ഇവിടെ തന്നെ നടത്തും എന്ന് പറയുന്ന രീതിക്കായിരിക്കും പ്രവർത്തനം. അപ്പൊ എല്ലാവിധ ആശംസകളും അഡ്വാൻസായി അറിയിക്കുകയാണ് ഓങ്കാരൻ ടീച്ചർ. താങ്ക് യു സർ. താങ്ക് യു. കാര്യങ്ങൾ ഓക്കെ സർ. ഇന്ന് സ്വാഗതം. സുജോജൻ ചേച്ചി റെഡിയാണ്. സുജോജൻ ചേച്ചി, ഒരു സ്വാഗതം. യെസ്, കൂട്ടാണ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, കറക്റ്റ്. താങ്ക് യു. ബഹുമാന ശ്രീ സജീവ് ബൈജു ജോസ് സാർ, ഐസക് സാർ, മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിൻ്റെതായ പോരായ്മയും അനുഭവപ്പെട്ടേക്കാം. മനോഭാവത്തിൽ വരുത്തുന്ന മാറ്റത്തിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നത് എനിക്ക് ചെറുതല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് ഫലപ്രദമായി നടക്കണമെങ്കിൽ മിഷൻ ബോർഡ് രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് പദ്ധതികൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രമാണ് പോംവഴി എന്നതും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഗുരുനാഥൻ ബൈജുപാം സാറിനെയും എൻ്റെ സഹപാഠികളെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു സുരേഷ് ചേച്ചി. അഭിനന്ദനങ്ങൾ. താങ്ക് യു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. മോഹനത്തിന്റെ കറുത്ത കലങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു. എന്തായാലും ഗംഭീരമായി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കം കല്ലിലുമുണ്ടാം ഒരു സൗരഭ്യം. സൗരഭ്യം അറിയാൻ പോകണേ ഉള്ളൂ. ഇതിന് ഇപ്പോ നമ്മുടെ പുതിയ ബാച്ചിലെ എല്ലാവരും തന്നെ ഭാഗവാക്കായി കഴിഞ്ഞു. സുരേഷ് ചേച്ചി മാത്രമല്ല പെൻഡിങ് ഉണ്ടായിരുന്നു. ഇന്നത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥന അല്ലെങ്കിൽ സ്വാഗതം പൊതുവേദിയെ അഭിമുഖീകരിച്ച് കഴിഞ്ഞു. അപ്പൊ അതും വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇന്ന് 20-ാം ദിവസം, നമ്മളൊരു 8-ാം ദിവസം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 12 ദിവസം കൊണ്ട് എല്ലാവരും അഭിമുഖീകരിച്ച് കഴിഞ്ഞു. അപ്പൊ എന്തായാലും താങ്ക് യു വൺസ് അഗൈൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒളിച്ചുവെച്ച ആയുധങ്ങൾ എന്ന് പറയാം, അതിലേക്ക് പോവാം. ഓവർ ടു ബൈജു സാർ. താങ്ക് യു സജീവ് സാർ. താങ്ക് യു ഓങ്കാരൻ ടീച്ചർ. പ്രാർത്ഥന കേട്ടപ്പോൾ എല്ലാവരും ഉണരുകയായിരുന്നു. ഞാനിങ്ങനെ എല്ലാവരും കണ്ണുകൾ ഇങ്ങനെ വിടർന്നു വരുന്നത് കണ്ട്. താങ്ക് യു ഓങ്കാരൻ ടീച്ചർ. അഭിനന്ദനങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം നമ്മൾ എപ്പോഴും പറയും, നമുക്ക് എല്ലാവർക്കും പ്രത്യേക ചില കാരണങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ. അതിന് പറ്റുന്ന ഒരു ഡേ ആയിട്ട് ഇന്ന് മാറി. കാരണം സുലോചന ചേച്ചി വളരെ ഹൃദ്യമായിട്ട് ആദ്യമായി വേദിയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിയതേ ഇല്ല. ഒരിടത്തും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഓൺലൈനിലാണ് കൃത്യമായിട്ട് അൺമ്യൂട്ട് ചെയ്തു. എല്ലാവരും ഒരു ടെൻഷനും കണ്ടില്ല. സാറിന് അൺമ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും. അതൊന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ സുലൻ ചേച്ചി വന്നു. അതെല്ലാവരെയും കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. റെഡി? അപ്പൊ താങ്ക് യു സോ മച്ച്. ആൻഡ് മോഹനേട്ടൻ, താങ്ക് യു. ഇന്ന് നമ്മുടെ ഡേ 20-ാം ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. 20. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ സന്തോഷക്കുറവുണ്ടെങ്കിൽ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ആ 3 കേസ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണെന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. 3 സക്സസ് കേസ് എന്നാണ് ഞാൻ അതിനെ പറയാം. സക്സസ് കേസ്, വിജയത്തിലേക്കുള്ള താക്കോൽ. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. നമ്മൾ 10 കാര്യങ്ങളാണ് റീപ്രോഗ്രാമിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ റിമൂവ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ മാലിന്യങ്ങളെ നീക്കിക്കളയാനായിട്ടുള്ള 3 കേസിൽ പ്രധാനപ്പെട്ട 3 കേസ്. 1,
ഫർഗീവ്നെസ് ആണ്, ക്ഷമിക്കുക. ഇത് ചെയ്യാത്തിടത്തോളം കാലം വിഷൻ ബോർഡ് എന്നല്ല എന്ത് കാര്യവും വർക്കാവില്ല. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഇതിന് കൃത്യമായിട്ട് പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ട് ഫർഗീവ് ചെയ്യാനുള്ള വഴികൾ. ഹൈന്ദവ വിശ്വാസത്തിൽ ശത്രു സംഹാര പൂജ, ശത്രുവിനെ സംഹരിക്കാതെ ഒരാൾക്കും അനുഗ്രഹം ഉണ്ടാവില്ല, അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുംഭസാരം, മുസ്ലിം വിശ്വാസത്തിൽ അതിനെ സാത്താന് കല്ലെറിയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളും ഇത് പഠിപ്പിക്കുന്നു. എന്നിട്ടും നമ്മൾ എന്തേ ഇത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതും ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. സാധാരണ ഇത് പറയുമ്പോൾ ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു കഥയുണ്ട്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെ അറിയാം. പക്ഷെ എങ്കിലും നമുക്കൊന്നും ഒരു കാവ്യാത്മകമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ബ്യൂട്ടി ആയിട്ട് നമുക്ക് ഇന്ന് പറയാൻ ശ്രമിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഫർഗീവ്നെസ് 2 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി ഇന്റൻസീവ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ട് പോയി. ഐ എം സോറി. നമ്മൾ ഒരാളോട് ക്ഷമിക്കുകയും അതോടൊപ്പം തന്നെ forgive yourself, സ്വയം മാപ്പ് നൽകുക. അതാണ് ഇവിടെ ഇന്ന് നമ്മൾ പ്രാധാന്യത്തോടു കൂടി കരുതുന്നത് എല്ലാവർക്കും വേണ്ടി. വേർഷൻ 3.0 കാര്യം എന്ന് പറയുന്നത് സ്വയം മാപ്പ് നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നത് എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്, എങ്കിലും സ്വയം മാപ്പ് നൽകുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും മാപ്പ് നൽകലിന്റെ 9 പ്രയോജനങ്ങൾ. ഫർഗീവ്നെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 9 ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ സമജി? സർ, forgive yourself അല്ല സർ, forgive myself ഞാൻ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഇതാണ്. ശരി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ സ്വയം മാപ്പ് നൽകും. നമുക്ക് നമ്മളിൽ തന്നെ മാപ്പ് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതുകൂടി നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ 9 നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞേക്കാം. രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി പറയാം, നന്ദിയുള്ളവരായിരിക്കാം. ഒരേ ഒരു പ്രാർത്ഥന മതി. എന്താ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. വിഷൻ ബോർഡിലെ എഴുതി വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാകണോ? താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. എല്ലാവരും തുടക്കത്തിൽ, പുതിയ ആളുകൾ തുടക്കത്തിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വേർഡാണ് താങ്ക് യു. ഒരു ദിവസം എത്ര താങ്ക്സ് കേൾക്കുന്നുണ്ടെന്ന് അറിയാമോ ലേഖാജി? നിങ്ങൾ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചു 20 ദിവസങ്ങളിലും ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ 1 hour നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നന്ദികൾ കേട്ടിട്ടുണ്ടാവും എന്റെ വായി എന്നല്ലാതെ. എത്ര ആദ്യം അത്ഭുതപ്പെട്ടു അല്ലെ? എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല, കാരണം മൈൻഡ് മാസ്റ്ററിയിലൊക്കെ ഉള്ളത് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഞാൻ മൈൻഡ് മാസ്റ്ററിയിലൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ അത്ഭുതം തോന്നി അല്ലേ? എല്ലാവരും അങ്ങോട്ടും കൂടെ ആവശ്യമില്ലാതെ നന്ദി പറയുന്നു. സ്വാഗതം പറഞ്ഞതിന് നന്ദി, അധ്യക്ഷന് നന്ദി, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയതിന് നന്ദി, അങ്ങനെ എന്താ തോന്നി അല്ലേ? അപ്പൊ അതെന്താണെന്ന് നമുക്കിന്ന് വ്യക്തമാകും. അതുപോലെ അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായ സ്നേഹം. 3 കാര്യങ്ങൾ. നമുക്കിന്നൊരു യാത്ര പോകാം. എല്ലാവരെയും ആ യാത്രയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ മാപ്പ് നൽകലിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് എളുപ്പം. അതുകൊണ്ട് പഴയ കഥ തന്നെയാണ്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ, കഥയിലൂടെ പോകുമ്പോ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് കഥ കേട്ടിട്ടുള്ളത്, നിങ്ങളും മറന്നു പോയിട്ടുണ്ടാകും. എങ്കിലും ഞാൻ അതൊരു ഒന്നുകൂടി പറയാം. ഒന്നുമില്ല, നമ്മൾ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാവരും റെഡിയാണോ? കമോൺ. ഇവിടെ മൂന്നാറിന് അടുത്തായിട്ട് വളരെ ഭംഗിയായിട്ട്, ഞാൻ അത് അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു സ്ഥലമാണ്. കാന്തല്ലൂരിൽ നിന്ന്
പോകുന്ന വഴിക്ക് മറയൂര് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ താഴെ കൂടി ചെറിയൊരു വഴി കടന്നു പോവാം. ബൈക്ക് മാത്രം പോകും, ഒരു ചെറിയ വഴിയാണ്. ബൈക്ക് അതിന്റെ ഇടയിൽ കൂടി അവർ കൊണ്ടുപോകണം കണ്ടിട്ടുണ്ട്. കാറ് പോയില്ല, കാറൊക്കെ അവിടെ സൈഡ് ഒതുക്കിയിട്ടിട്ടാ പോകാം. നമ്മൾ അങ്ങനെ പോയി കുറെ ദൂരം പോയി കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോൾ വിഷമിക്കും. ഇപ്പൊ ഡെൻസിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആദ്യം പോയപ്പോൾ പറഞ്ഞു ഇത്രയും ദൂരം നടക്കണോ? ആൽബിയുടെ വൈഫൊക്കെ ആയിട്ടും കഴിഞ്ഞ ലാസ്റ്റ് കുറച്ച് ദിവസം മുന്നേ പോയത്. അപ്പോഴേക്ക് ഇത്രയും ദൂരം നടക്കണോ? അങ്ങനെയാണ് തിരിച്ചു പോരാണ്. ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങളവിടെ വാ, എന്നിട്ട് കണ്ടിട്ട് പറയൂ ഇത്രയും നടന്നതിന് ഫലം ഉണ്ടായോ ഇല്ലയോ. അങ്ങനെ നടന്നു പോയപ്പോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി, മഴ പെയ്യുന്നത് പോലെ സൗണ്ട്. അപ്പൊ നോക്കിയപ്പോൾ നൂല് പോലെ വെള്ളം വരുന്ന ഒരു പാറയുടെ മേളിൽ നിന്ന് നൂല് പോലെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടതുപോലെയാണ് വെള്ളം വന്ന് വീഴുക. വളരെ ഫിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നൈസായിട്ട് മാത്രം വരും. അതിന്റെ താഴെ 2 മരങ്ങളുണ്ട്, അവിടെ നിന്ന് കുളിക്കാം, കാര്യങ്ങൾ ചെയ്യാം. വളരെ മഴവിൽ ഏത് സമയത്തും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബ്യൂട്ടിഫുൾ. ആ മരത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ വളർന്ന് പന്തലിച്ച് ആഹാ എറിച്ചിൽ പാറ ഇതാണല്ലോ, ഇത് വേറെയാണ്. ഞങ്ങള് ഇനി അതിന്റെ യൂട്യൂബ് എടുത്തിട്ടത്. ശരി, അപ്പൊ അത്ര സൂപ്പർബായിട്ടുള്ള ഒരു സ്ഥലം. കോവിൽ കടവിൽ നിന്ന് പോകുന്ന സ്ഥലം, കറക്റ്റ്. നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ അത് അതല്ല ലൊക്കേഷൻ. ഇനി അത് കഴിഞ്ഞു പോകുന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞു പോകുമ്പോ ഒരു ഇടവഴിയിലൂടെ കാട്ടിലൂടെ പോയാൽ ഒരു മനോഹരമായ ഒരു പ്രതലം കാണാം, കാടും മേടും ഒക്കെ നടുവിലായിട്ട്. അവിടെ ഞാൻ അന്വേഷിച്ചു. അവര് പറഞ്ഞു ഇവിടെ പണ്ട് കാലത്ത് ഒരാശ്രമം ഉണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് ഏറ്റവും മഹത്തായ പലരെയും ഇവിടെ നിന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇന്നതില്ല. പണ്ട് കാലത്ത് അതിനെ ഗുരുകുലം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഗുരുകുലം എന്താണ്. അങ്ങനെ ഇവിടെ ഏറ്റവും മഹത്തായ 6 ശിഷ്യന്മാർ ഇവിടെ നിന്നാണ് പഠിച്ചു പോയത്. ഓ ഗുഡ്. പിന്നെ അതിന്റെ ചരിത്രവും കാര്യങ്ങളും അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഈ 6 പേരും വിവിധ മേഖലകളിലുള്ളവരായിരുന്നു. ഓക്കെ, ഒരാള് ഒരു രാജകുമാരനായിരുന്നു, മറ്റൊരു നാട്ടുപ്രമാണിയുടെ ആളായിരുന്നു, മോനായിരുന്നു. അങ്ങനെ പലരും വ്യത്യസ്തവും സാധാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ആ ഗുരുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മതമൊന്നും നോക്കാതെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഈ 6 ശിഷ്യന്മാരും ഈ ഗുരുവും ഗുരുപത്നിയും കൂടി താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഇതിനടുത്താണ് ആദ്യത്തെ പ്രോജക്റ്റ് ഹാപ്പിനെസ് വില്ലേജിന് വേണ്ടി പ്ലാൻ ചെയ്തു. അതൊരു 5.5 ഏക്കർ സ്ഥലം, അതിന് പിന്നിൽ കാടാണ്. അവിടെയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ഒരു ആശ്രമത്തിൻ്റെതായ ഒരു വീട് പോലെയൊക്കെ കണ്ടു. അപ്പോഴാണ് ചോദിച്ചത്, വീടല്ല ആക്ച്വലി അതൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്, മരങ്ങളും കുറെ അവശിഷ്ടങ്ങളും. അപ്പൊ അങ്ങനെ ഞാനും പറയുന്ന കഥയുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അതിനെ ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു, ജീവിതത്തിൽ ലക്ഷ്യപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച്, എന്ത് ചെയ്താലാണ് ജീവിതം സന്തോഷമാകുക, ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ തിരിച്ചു കൊടുക്കാൻ ഗുരു ആവശ്യപ്പെട്ടപ്പോൾ പല ചോദ്യങ്ങൾക്കും റിപ്ലൈ കിട്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ഗുരു ചോദിച്ചു, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല ഗുരു, ഞങ്ങളൊക്കെ ഭയങ്കര ഡീസന്റാ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഗുരു പഠിപ്പിച്ചു. അവര് റിപ്ലൈ ഒക്കെ തരുന്നില്ല. അങ്ങനെ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യമില്ല എന്ന് പറയണം, പക്ഷെ നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഗുണം കാണുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അവരിലുണ്ടായിരുന്നത്. അവർക്ക് അമ്പും വില്ലും കൊടുത്തിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പ്രോസസ്സിൽ ചെയ്യുമ്പോൾ ഒരെണ്ണവും ലക്ഷ്യം പ്രാപിക്കുന്നില്ല. ചെയ്യാൻ പറയുന്ന പ്രവൃത്തികളൊന്നും ക്ലാരിറ്റിയോടുകൂടി ചെയ്യാൻ കഴിയുന്നില്ല. 2, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്ലാനും ഇല്ല. മേജർ 2 പോയിന്റ്സ്. അത് 1, അറ്റൻഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധ കുറവ്, ആൻഡ് പോവർട്ടി ഓഫ് ഇമാജിനേഷൻ. 2 പോയിന്റ്സ് ആണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനം. അത് അവരിലും കണ്ടിട്ടുണ്ട്. 1, അറ്റൻഷൻ ഇല്ല. 2, ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്കൊരു ധാരണയും കിട്ടുന്നില്ല. ഇതിന് സൊല്യൂഷൻ കാണാനാണ് ഗുരു ശ്രമിച്ചത്. അങ്ങനെ ആശ്രമമാണ് അദ്ദേഹത്തിന് ആകുന്ന തരത്തിലൊരു എക്സാമ്പിൾ കൊടുത്തു. അവിടെ വളരെയധികം കൃഷി ചെയ്യുന്ന ഏരിയ ആണ്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഒരു ദിവസം രാവിലെ അവരോട് വന്നപ്പോൾ പറഞ്ഞു,
6 പേരും ഓരോ ചാക്കുമായിട്ട് വരണം. ആ ചാക്ക് കൊണ്ടുവന്നിട്ട് രാവിലെ ആശ്രമത്തിന് മുന്നിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 പേരും ചാക്കുമായിട്ട് വന്നപ്പോൾ അവിടെ കൃഷി ചെയ്തിട്ടിരുന്ന ഉരുളക്കിഴങ്ങ് അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന എഴുത്താണിയും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എഴുത്താണി എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലും ചെറുതായിട്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരുകൾ എടുത്തിട്ട് അതിൽ കൊത്തിവെക്കാൻ പറഞ്ഞു, അതിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ചിലര് പാരന്റ്സിന്റെ പേരെഴുതി. അത് പിന്നീടാണ് ഗുരു മനസ്സിലാക്കിയത്. അതായത് അമ്മയെ, അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമ്മാവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോ പൊട്ടറ്റോസിന്റെ പേർത്തും പേരുകൾ എഴുതപ്പെട്ടു. ചാക്കിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. ചാക്കിൽ നിക്ഷേപിച്ചു. ഗുരു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? രമ മിസ്സേ, നമ്മുടെ ചാക്കാണെങ്കിൽ എന്ത് പറഞ്ഞു? കൊച്ചു കൊച്ചു ചെറുപ്പം മുതലുള്ള വിഷമതകളെല്ലാം എഴുതിയ പൊട്ടറ്റോസ് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ പൊട്ടറ്റോസ് എത്ര ഉണ്ടാവും? കൊറേ ഉണ്ടാവും, കൊറേയേറെ ഉണ്ടാവും. നിറഞ്ഞിട്ടുണ്ടാവോ? നിറയാൻ ചാൻസ് ഇല്ല അല്ലേ? രമ മിസ്സിന്റെ നിറയില്ല. കുറച്ചുണ്ടാവും. കുറച്ച് 3/4 ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഗുരു പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ അത്യാവശ്യം അവരുടെ 6 പേരുടെയും നിറഞ്ഞു. അപ്പൊ അവരൊരു കളിയായിട്ടാണ് കരുതിയത്. ആദ്യമേ ക്ഷമിക്കാൻ പറഞ്ഞപ്പോഴൊന്നും മനസ്സിലായില്ല. ഇത് ചെയ്തപ്പോ ആ പ്രോസസ്സ് അവിടെ നടന്നു, നിറഞ്ഞു. എന്ന് വെച്ചപ്പോ തിരിച്ചു വന്നിച്ചും പറഞ്ഞു, ഓക്കെ, ഇത് ഓരോന്നും എടുത്തിട്ട് പുറത്ത് കളയാൻ പറഞ്ഞു. സോറി പറഞ്ഞിട്ട് പുറത്ത്. അപ്പൊ പറഞ്ഞു, അവരോട് പോയി പറയണ്ടേ? വേണ്ട, അവരോട് പോയി പറയുന്നു വേണ്ട. നിങ്ങൾ സ്വയം എടുത്തിട്ട് എടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പൊട്ടറ്റോസ് പുറത്ത് കളഞ്ഞാൽ മതി. തിരിച്ച് ഗുരു കുറച്ചുകൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാര്യമായിട്ട് പൊട്ടറ്റോസ് ഒന്നും പുറത്തു പോയില്ല. അപ്പൊ ഇവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഗുരുവിന് മനസ്സിലായി. ഗുരു എന്ത് ചെയ്തു? അത് ദേഹത്ത് കെട്ടിവെച്ചു കൊടുത്തു, മുതുകത്ത് കെട്ടിവെച്ചു. പിന്നെ അതുമായിട്ടായിരുന്നു അവരുടെ സഞ്ചാരം മുഴുവൻ. ആദ്യം ഒരു ആഘോഷമാക്കി മാറ്റി. ഇരിക്കുമ്പോ ചാരി ഇരിക്കാം, കിടക്കുമ്പോ ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ അവർ വിചാരിച്ചു. പിന്നെ ഒരു അലങ്കാരം പോലെ അവർ ആദ്യം കുറച്ചു നേരം കൊണ്ട് നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊരു ഭാരമായി തോന്നി. പിന്നീട് ഇരിക്കുമ്പോൾ അസ്വസ്ഥത തോന്നി. ഉരുണ്ടിരിക്കണ കൊണ്ട് ദേഹം അസ്വസ്ഥതയായി. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരയാൻ തുടങ്ങി, ശരീരം വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ഓരോ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. ശാരീരികമായും മാനസികമായും അവർ തളർന്നു. ഒരു ദിവസം കഴിഞ്ഞു, കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം അവർ വിചാരിച്ചു ഇത് കിടക്കാൻ നേരത്ത് വലിയ സപ്പോർട്ടായിരിക്കുമെന്ന്. പക്ഷെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഉറക്കം ശരിയായില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എല്ലാവരും അവശരായി കണ്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ സംഭവിച്ച കാര്യമാണ്. വീണ്ടും പിന്നെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് കാര്യമില്ല, ചെളി മേത്താവുന്നു, പൊട്ടി വ്രണമാകാൻ തുടങ്ങി. ഒരു ദിവസം കഷ്ടപ്പെട്ടു. അധികം സംസാരങ്ങളൊന്നുമില്ല, എല്ലാവരും സൈലന്റ് ആയി. അവിടെ ഇവിടെ പാറയുടെ മേലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വെച്ചാൽ സംസാരമൊക്കെ കുറഞ്ഞു. അവരവിടെയൊക്കെ കുത്തിയിരിക്കാൻ തുടങ്ങി. ഒരു ഉത്സാഹം കാണുന്നില്ല. ചിലരൊക്കെ തളർന്ന് വിഷമിച്ചു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യം സീരിയസ് ആയി. കാരണം ഉരുളക്കിഴങ്ങ് ചീഞ്ഞു, മണം വരാൻ തുടങ്ങി. പിന്നെ ഒന്നും സാധ്യമാകാതെ വന്നപ്പോൾ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഇതിനേക്കാൾ നല്ലത് വേറെ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും ഞങ്ങൾ ചോദിക്കാം, പക്ഷെ ഇത് ഇത്തിരി ഹോറിബിൾ, ഭയങ്കര ഭീകരാവസ്ഥയാണ്, അതുകൊണ്ട് ഇതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു അവരെ ശാന്തമാക്കി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓരോ പൊട്ടറ്റോസും എടുത്തിട്ട് പുറത്ത് കളയണം. അതിന്റെ പ്രാധാന്യം ഇതാണ്: നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ചീഞ്ഞ് അളിഞ്ഞ് സ്മെല്ലും അസ്വസ്ഥതകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ചെറുപ്പമായതുകൊണ്ട് അറിയില്ല. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഷുഗറോ പ്രഷറോ കാലുവേദനയോ കൈവേദനയോ പല അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും എന്ന് അന്നത്തെ രീതിയിൽ അവർക്ക് പറഞ്ഞു മനസ്സിലായി. അതുകൊണ്ട് ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ അസ്വസ്ഥമാകുന്ന, നശിച്ചു പോകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് ക്ഷമിക്കാൻ പറ്റാത്തതാണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അവർ കഷ്ടപ്പെട്ട് ഓരോ ചീഞ്ഞളിഞ്ഞ പൊട്ടറ്റോസ് എടുത്തിട്ട് പേരുകൾ കൂട്ടി വായിച്ച് ക്ഷമിച്ചുകൊണ്ട് പുറത്തു കളഞ്ഞു. വൈകിട്ടായപ്പോഴേക്കും ഒരു ശരീരവും മനസ്സും ശുദ്ധിയായി. അവർ കുളിച്ചു. ദേഹത്ത് ചീഞ്ഞളിഞ്ഞിരുന്ന അല്ലെങ്കിൽ വ്രണങ്ങളായിരുന്ന ബോഡിയിൽ ചെറിയ ലേപനങ്ങൾ
ഒരു ആയുർവേദ ലേപനം പുരട്ടി മനസ്സും ശരീരവും ശുദ്ധിയായി അവര് പിന്നെ ഞാൻ പറഞ്ഞ ഈ 6 പ്രധാനികളായി മാറി. ഒരു രാജകുമാരൻ ഏറ്റവും നല്ല രാജ്യം ഭരിക്കുന്ന ആളായി മാറി. മറ്റുള്ളവരെല്ലാവരും തന്നെ സൈസൻ റൈറ്റ് ഓഡിബിൾ ആണോ? എന്തെങ്കിലും? ഇല്ല സർ, ഓക്കെയാണ്. ഓക്കെ. ഇതാണ് പ്രധാനമായിട്ടും ഈ 6 മഹത്തായ വ്യക്തികളെ ആയി മാറി എന്നുള്ളതാണ് കഥ. ഇത് പറഞ്ഞാൽ ഞാൻ പറയുന്ന 9 കാര്യങ്ങൾക്കും ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് നേരത്തെ കേട്ടവർക്ക് ഒന്നുകൂടി പറഞ്ഞത്. താങ്ക് യു. ഇതാണ് കാര്യം. ഈ ഫൊർഗീവ്നെസ്സിന്റെ വാല്യൂ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തകർക്കുന്നു എന്നറിയാം. മലിനമായ ചിന്ത നാഡീവ്യൂഹത്തെ തകർക്കാൻ പര്യാപ്തമാണ്. ആ ചിന്തകളാണത്. ശക്തവും ശുദ്ധവും സന്തുഷ്ടവുമായ ചിന്തകൾ ഓജസ്സും സൗന്ദര്യവുമുള്ള ശരീരം നിർമ്മിച്ചെടുക്കും. ശരീരം എന്നത് സൂക്ഷ്മവും വഴങ്ങുന്നതുമായ ഒരു ഉപകരണമാണ്. മനസ്സിന്റെ ശുദ്ധി ശരീരത്തെയും ജീവിതത്തെയും ശുദ്ധമാക്കും. ഇതിന് പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഫൊർഗീവ്നെസ്. ഇനിയും നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം ഞാൻ പറയും എല്ലാ അസുഖങ്ങളെന്ന് വെച്ചാൽ 77%. കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയബിൾ ആണ്, കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണ്. എന്തുകൊണ്ടാണ് ഈ 1039 ദിനങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ പോലും നമ്മൾ ഓരോരുത്തരും പറയുന്നത് കേട്ടു, ഞാൻ രാവിലെ കുളിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, അതുകൊണ്ട് എന്നെ അസുഖങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇവിടെ എന്തിനെയാണ് ശുദ്ധീകരിച്ചത്? എന്തിനെയാണ് നമ്മൾ ക്ലിയർ ചെയ്തത്? ചിന്തിക്കൂ. ക്ലിയർ ചെയ്തത് നമ്മുടെ മനസ്സിനെയാണ്, നമ്മുടെ ചിന്തകളെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന 77% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണെന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 77% ക്യാൻസർ, ഗ്യാസ്ട്രോഎൻട്രോളജി റിലേറ്റഡ് ഹെഡേക്സ് തുടങ്ങിയ എല്ലാ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും കാരണം നമ്മുടെ ചിന്തകളാണ്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഫൊർഗീവ് ചെയ്യാൻ കഴിയാത്തത് പോലുള്ള അസ്വസ്ഥതകൾ കൊണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സുലോചന ചേച്ചി ഇടക്കിടക്ക് ഇപ്പൊ തലവേദന ഒന്നും ഇല്ല അല്ലെ, ഇവ ക്ഷീണമൊന്നും ഇല്ല, അത് നല്ല എനർജിയാണ്, നല്ല ആരോഗ്യത്തോടു കൂടി ആയിരിക്കും. കാരണം ഇതാണ്, എല്ലാവരോടും സ്നേഹത്തോടു കൂടി. ഒന്നും വേണ്ട, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലും നമ്മളെ റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടൂൾ ഫൊർഗീവ്നെസ്, ക്ഷമിക്കുക. സോറി പറഞ്ഞേ, സോറി. വെറുതെ പറഞ്ഞാണോ? ആരുടെ പറയാനുണ്ടോ? ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്സ് സ്വയം മാപ്പ് നൽകുക. സ്വയം മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മാപ്പ് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആ നല്ല വശം ആഘോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയൂ, ഞാൻ സ്നേഹത്തിന് അർഹനാണ്. ഹലോ പറഞ്ഞു. ഇപ്പൊ സ്ലൈഡ് കാണിക്കുന്നില്ല. ഞാൻ അർഹനാണ്. ഞാൻ സന്തോഷത്തിന് അർഹനാണ്, അർഹയാണ്. അല്ലെങ്കിൽ പറയൂ, ഞാൻ സന്തോഷത്തിന് അർഹനാണ്. അല്ല, അർഹയാണെന്നുള്ള ലേഡീസ് പറഞ്ഞാൽ മതി. ശരി, ഞാൻ സന്തോഷത്തിന് അർഹയാണ്. താങ്ക് യു. 3 കാര്യം സന്തോഷത്തിന് അർഹയാണ്. നീ നമുക്ക് 9 കാര്യങ്ങൾ കൂടി, സമയക്കുറവുണ്ട്. ഇന്ന് 20ാം ദിനമാണ്, തീർന്നില്ല. 21 കൊണ്ട് നാളത്തെ കഴിഞ്ഞിട്ട് ഇനി വരണ്ടെന്നൊന്നും ആരോടും പറയില്ല. വിഷൻ ബോർഡ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ആ വിഷൻ ബോർഡിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കൂടി ഡെപ്തിൽ പോകുന്ന സെഷൻ ആയതുകൊണ്ട് ഓരോ ഇനിയുള്ള 22ാമത്തെ ദിനത്തിനും 23ാമത്തെ ദിനത്തിനും തുടർന്നുള്ള ദിനങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വിഷൻ ബോർഡ്
മാനിഫെസ്റ്റ് ചെയ്യാൻ, അതായത് അതിൽ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെഷൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിഷൻ ബോർഡ് കംപ്ലീഷൻ ഫുൾ കംപ്ലീറ്റ് എല്ലാം പൂർണ്ണമാകുന്നത് ചിലപ്പോൾ 10 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ വിഷൻ ബോർഡ് ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു, ഇനി അതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല എങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഗ്യാപ്പിട്ട് വിഷൻ ബോർഡിൽ ഇമേജുകൾ ഒട്ടിക്കാൻ പറഞ്ഞത്. അത് എന്താണ്? മാനിഫെസ്റ്റ് ചെയ്യുന്ന വിഷൻ ബോർഡാണ് 3.0 വേർഷൻ 3.0. അല്ലാതെ ഒരു കാര്യവും അതിൽ വരില്ല. വന്നില്ല എങ്കിൽ, നടക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇരിക്കും. ഞാൻ വേണമെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കും. എവിടെയാണോ ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ ഇരിക്കും, ഇരുന്നിട്ട് ചോദിക്കും എവിടെയാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ കാണുന്ന പ്രശ്നങ്ങൾ ഈ ഒരു പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന സമ്പത്ത് ഡയറക്റ്റ് ബന്ധപ്പെടുന്നു പാരന്റ്സുമായിട്ട്. എന്തെങ്കിലും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ദേഷ്യം, ഏതെങ്കിലും തരത്തിൽ ഫാദറിനോട്, അച്ഛനോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വരില്ല. ഒന്നാമത്തെ പോയിന്റ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, വലിയ ബിസിനസ്മാൻമാർ, സാധാരണ ആളുകളെല്ലാം. അപ്പൊ ചെയ്യേണ്ടത് മരിച്ചുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ഓരോ വിശ്വാസത്തിൽ പൂജകളുള്ളത്. അത് ചെയ്ത് ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. ഒപ്പം അതുപോലുള്ള ആളുകൾക്ക് കൂടുതൽ സഹായം ചെയ്യാനായിട്ടും പറ്റണം. ആ പ്രായത്തിലുള്ള ഒന്നോരുണ്ട്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം അതിനൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പലരും ഇപ്പോ നായർ സാഹിബിനെ കാണുമ്പോൾ അച്ഛനെ പോലെ കാണുന്നു, ജോസ് കുര്യൻ സാറിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. എൻ്റെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. ആ സ്ഥാനത്താണ് കാണുന്നത് എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ നമുക്ക് ഇത് മാത്രമല്ല, ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തതല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടിയൊക്കെ സമയം അവരോടത്ത് ചെലവഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫൊർഗീവ്നെസ്സിൽ വരും. ഇത് നിങ്ങളോട് ചെയ്യുന്ന കുറ്റമാണ്, സ്വയം മാപ്പ് നൽകാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കാണണം. ഞാന് അമ്മച്ചി മരിച്ചതിന് ശേഷം 2019 അമ്മച്ചി മരിച്ചത്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞാനാണ് മൂത്ത ആൾ. അപ്പൊ എന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്മസ് ദിനത്തിലും പ്രധാനപ്പെട്ട ദിനങ്ങളിലും ഒക്കെ ഞങ്ങൾ പോകുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിലായിരിക്കും. അവിടെയുള്ള അമ്മമാരെ, അവർക്ക് എന്നെ ഇഷ്ടമാണ്. ഇപ്പോഴും എന്നെ ഭയങ്കര പേരാ. അപ്പൊ സിസ്റ്ററൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, ബൈജു ആ അമ്മച്ചി വിളിച്ചു കേട്ടോ, അമ്മച്ചി അന്വേഷിച്ചു, നീ ഒന്ന് വരണം ഇതിൽ വഴി. ഇതിനിടയ്ക്ക് അതിലെ പോകുമ്പോൾ കയറും. എന്നിട്ട് അമ്മച്ചിമാരെല്ലാവരും കാണും. അപ്പൊ എനിക്കതിലൊരു ചെറിയൊരു കാര്യമുള്ളത്, ഞാൻ കൂടുതൽ സമയവും അമ്മച്ചിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തോ എന്നൊരു സംശയം. ഉള്ളി സംശയമാണ്. അമ്മച്ചി പറയാറില്ല, കാരണം കാലുപാടില്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാൻ വിളിക്കുമ്പോൾ അങ്ങനെ വരാറില്ല. പക്ഷെ എവിടെയോ ഒരു സമയക്കുറവ് കൊടുത്തതുപോലെ, അല്ലെങ്കിൽ എൻ്റെ സമയം ബിസി ഷെഡ്യൂളായോ എന്നൊരു സംശയം. ഞാൻ എറണാകുളത്തേക്ക് ചാവറയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമയക്കുറവ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെ അമ്മച്ചിക്ക് കൊടുക്കേണ്ട സമയം കൊടുത്തിട്ടില്ലേ എന്നൊരു വിഷമമുണ്ട്. അതിപ്പോ ഞങ്ങൾ ഫാദറിന് കൊടുക്കുന്നുണ്ട്, അപ്പച്ചന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്. 2, അമ്മ എന്ന് പറയുന്നത്, പക്ഷെ അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹലോ കമോൺ. സമ്പത്തുമായി ഡയറക്റ്റ് ബന്ധമുള്ളത് ആരാണ്? ഹലോ കമോൺ. Father. ബന്ധങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ്, റിലേഷൻഷിപ്പ് നല്ലതായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ആണ്. അപ്പൊ അതുകൊണ്ട് സ്വയം മാപ്പ് നൽകുക എന്ന് പറയുന്ന സ്ഥലത്ത് വിഷമിച്ചിരിക്കാനല്ല പറയണേ, സോറി, അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാം. കഴിഞ്ഞ ദിനങ്ങളിൽ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുമ്പോഴും ചില പൂജകൾ, പിതൃപൂജ കഴിഞ്ഞ സാര രാവിലെ ഉണ്ടാവില്ല, എനിക്ക് പൂജയ്ക്ക് പോകണമെന്ന് പറഞ്ഞാരാ? സ്മിതാജിയാണോ? ആരായിരുന്നു? സ്മിത, സജിതയല്ല, ബീന ടീച്ചർ പോയി. അതുപോലെ സ്മിതാജിയും പോയില്ലേ? സ്മിത പോയി. ചെയ്തോ? ചെയ്യാൻ പറ്റിയോ? നന്നായിട്ട് പ്രാർത്ഥിച്ചു അല്ലേ? ചെയ്തു. കണ്ടോ? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതെ, വീട്ടിലൊരു പ്രത്യേകിച്ച് ബീന ടീച്ചർ മോളുടെ കല്യാണം ആവുമ്പോ
അത് കൂടുതൽ ഇതോടുകൂടിയാ ചെയ്തത് അല്ലേ? ശരിയല്ലേ ടീച്ചറെ? തീർച്ചയായിട്ടും സർ, അപ്പൊ രണ്ട് കാര്യം. തീർച്ചയായിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഫൊർഗീവ്നെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? മാപ്പ് നൽകേണ്ട പ്രയോജനം ഞാനിപ്പോ പറഞ്ഞതുപോലെ ആരോഗ്യപരമായി എഴുതിയെടുത്തു. ഇത് സ്ലൈഡ് കാണിക്കില്ല, സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് എല്ലാവരും എഴുതി വെച്ചാൽ അത് കൈ ഇങ്ങനെ ഉരുളുമ്പോഴെങ്കിലും നമുക്കത് മനസ്സിൽ പതിയും. ആരോഗ്യകരമായ ബന്ധങ്ങൾ, ആത്മീയവും മാനസികവുമായ മെച്ചപ്പെട്ട അവസ്ഥയും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ആരോഗ്യപരമായ ബന്ധങ്ങൾ ഉണ്ടാകും. നമുക്കിപ്പോ എങ്ങനെ വന്നേ? നമുക്ക് ഈ ബന്ധങ്ങൾ എത്ര ഹൃദയ ബന്ധുക്കൾ എന്ന് പറയുന്നതിന് കാര്യം എന്താ രേഷ്മാജി? നമ്മൾ ഇവിടെ ആരുടെ കുറ്റം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരുടെയെങ്കിലും കുറ്റം കണ്ടിട്ടുണ്ടായില്ലേ? ഏറ്റവും മോശപ്പെട്ട ആളാരാ രേഷ്മാജി? ഒന്ന് പറ, സത്യം പറയണം, നിങ്ങൾ ഇല്ലാന്ന് പറയരുത്. പറ. ഈ കൂട്ടത്തിൽ 50 പേര് 60 പേരുണ്ട്. ഇതിന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര് പറഞ്ഞേ. വല്ലാത്ത ചോദ്യം. ഓക്കെ, എങ്കിലും ഒരാളുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര 50 പേരിൽ ഒരാളെ ഇഷ്ടമില്ലാത്ത, ഏറ്റവും കുറച്ച് ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റണം. വേണ്ട, വിഷമിക്കണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പറഞ്ഞാൽ സൊല്യൂഷൻ ആവും. ഒരാളെ പറ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പറ. രേഷ്മാജി ഇന്ന് മാറി. സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കുളിച്ചു. ജലദോഷം വന്നാലും വരില്ല. വന്നാൽ എന്നോട് പറഞ്ഞോ, ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇന്നും ചെയ്യണം, നാളെയും ചെയ്യണം. നാളെ ചിലപ്പോ നാളെ ഓടിക്കണം. ജലദോഷത്തെയും പനിയെയും അസ്വസ്ഥതകളെയും പറത്തിക്കളയണം. ശരി, ഇഷ്ടപ്പെട്ട ഒരാളെ പറ. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. ഇഷ്ടപ്പെട്ട ഒരു ആള്, അയ്യോ, എല്ലാരും ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ജോസ് കുര്യൻ സാറിന്റെ അടുത്ത് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. കാരണം എന്റെ അപ്പൂപ്പനെ പോലെ ഇരിക്കണം കാണാൻ. എക്സാക്ട് അവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണേ. ഇത്തവണ നാട്ടിൽ പോയപ്പോ അപ്പൂപ്പനെ ഇങ്ങനെ കണ്ടപ്പോ, അപ്പൂപ്പൻ ബെഡ് റിഡൻ ആണ്. അപ്പോ കണ്ടപ്പോ എനിക്ക് സാറും അപ്പൂപ്പനും ഒരുപോലെ ആയിരിക്കണം കാണാൻ. പോയപ്പോഴാണ് എനിക്ക് അപ്പോ നമുക്ക് ഇതുപോലെ ആരോഗ്യപരമായ ബന്ധങ്ങളുണ്ട്. ആത്മീയവും മാനസികവുമായിട്ട് നല്ല അവസ്ഥ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതാണ് ഫൊർഗീവ് ചെയ്യുമ്പോൾ. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് വെച്ചാൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. ഞാൻ ചാവറയിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചാവറ matrimony.com. പുതിയ ആളുകൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നു, ചാവറ matrimony.com-ന്റെ ഒന്നാമത്തെ ആളാണ് ഞാൻ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്താണെന്നും, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇപ്പൊ ഹാപ്പിനെസ് വില്ലേജും എങ്ങനെ ഉണ്ടായി എന്നും, എങ്ങനെ മഹത്തായ വലിയൊരു ലക്ഷ്യം മുന്നിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെയും ഏറ്റവും മനോഹരമായ എക്സാമ്പിളാണ്. ഞാൻ കഷ്ടപ്പെട്ടാണ് ചാവറയിൽ പണിയെടുത്തിട്ടുള്ളത്. 50 രൂപയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വരുമാനം. അന്ന് എനിക്കൊരു സ്പ്ലെൻഡർ ബൈക്ക് ഉണ്ട്. അതിനന്ന് 24 രൂപയൊക്കെ ഉള്ളൂ പെട്രോളിന്റെ വില. എങ്കിലും 1 ലിറ്റർ പെട്രോൾ എനിക്ക് ചെലവാ. അപ്പൊ 24 രൂപ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് വരുമാനം 26 രൂപയാണ്. അത് ആഴ്ചയിൽ കിട്ടും, കൂലി പോലെ. 26 × 6 എമൗണ്ട് കൂട്ടിയെടുത്തു. അതാണ് എൻ്റെ വരുമാനം. ആ അവസ്ഥയിലാണ് ഞാൻ നോട്ടീസ് ബോയ് ആയിട്ട് പള്ളികളുടെ വാതിക്കൽ പോയിട്ടുള്ളത്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനോടത്തുള്ള എല്ലാ മതിലുകളും എൻ്റെ കൈപ്പാദം പതിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത്. എന്താ അറിയോ, പോസ്റ്റ് ഒട്ടിക്കാനായിട്ട് മൈദ കുറുക്കിയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ബാനർ കെട്ടാനായിട്ട് മലയുടെ മേലിലും ഒക്കെ കയറിയിട്ടുണ്ട്. 1:30 വരെ രാത്രി. ഒരു ചമ്മലും ഇല്ല. വൈകുന്നേരം എന്നോട് അച്ഛൻ പറയും, എടാ സന്ധ്യയാകുമ്പോ പോയാൽ പോരെ, അല്ലെങ്കിൽ ആൾക്കാരെ കാണില്ലേ, നിനക്കും പരിചയമുള്ള ആളുകളൊക്കെ ഇല്ലേ, നീ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, അതും ഇവിടുത്തെ ഒരു ഓഫീസറായിട്ടുള്ള ഒരാള് പോസ്റ്റ് ഒട്ടിക്കാനും അതൊക്കെ പോകുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായില്ലേ. അവരെല്ലാവരും പറയും മാട്രിമോണി എന്ന് പറഞ്ഞാൽ ബ്യൂറോയാണ്, 3 പണിയാണ്, ബ്രോക്കറാണ്. അതുകൊണ്ട് നീ എല്ലായിടത്തും ഈ പോയിട്ട് പറയണ്ട മാട്രിമോണിയാണ്, കല്യാണം കഴിപ്പിക്കുന്ന പരിപാടിയാണെന്ന് പറയണ്ട. കുറച്ചൊക്കെ മാറ്റിപ്പിടി, ചാവറ ഫാമിലി വെൽഫെയർ സെന്റർ എന്ന് പറ. നോ, ഞാൻ മാട്രിമോണി എന്ന് പരിചയപ്പെടുത്തും. അതെന്റെ വാശിയാണ്.
കാരണം എനിക്കതിൽ ലക്ഷ്യമുണ്ടായിരുന്നു. ഇത് വേൾഡ് നമ്പർ 1 ക്രിസ്ത്യൻ മാട്രിമോണി ആവുന്നു അന്നേ ഞാൻ അങ്ങനെ തുടങ്ങിയ കച്ചവടം 10 2010 ആയപ്പോഴേക്കും എൻ്റെ വരുമാനം 1,47,000 രൂപ. കണക്ക് വേണമെങ്കിൽ വിത്ത് പ്രൂഫായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വന്ന് ക്യാഷ് വരെ കാണിക്കാം. 1,47,360 രൂപ. ഇതാണ് എൻ്റെ മെയ് മാസത്തിലെ വരുമാനം. അവിടെ നിന്നും ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സൗകര്യങ്ങൾ വലുതിച്ചു, എൻ്റെ വീട് വലുതായി, വീട്ടിലെ സൗകര്യങ്ങൾ, കാറ് എടുത്തിട്ടില്ല, കാർ എടുക്കാനായിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന സമയം. എല്ലാം അറിയാവുന്ന ആളിവിടെ എലീസയുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നത്. അതിനുശേഷം പിന്നെ നടന്നത് ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. എൻ്റെ പ്രായത്തിൻ്റെ 26 വയസ്സേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള 26 വയസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 35 വയസ്സ് 34 വയസ്സായപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ തിളപ്പ് കൊണ്ടോ എന്തോ കൊണ്ടോ എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ എനിക്ക് അവരോട് റിസൈൻ ചെയ്യാന്ന് വെച്ചാൽ നിർബന്ധിതനായതാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു സ്ഥാപനം ഒന്നും അല്ലാത്ത ഒരാളായിട്ട് തിരിച്ചു വന്നപ്പോ മാന്യമായ റെമ്യൂണറേഷൻ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന പൈസ പോലും കിട്ടിയില്ല. 1 മാസത്തെ ശമ്പളമെങ്കിലും തന്നെങ്കിൽ ഞാൻ തൃപ്തനായിരുന്നു. അതായത് 1,37,000 നാളെ മുതൽ ഒന്നുമില്ല. മെയ് 26 മുതൽ ഞാൻ 0. അതായത് 2010 മെയ് 26-ാം തീയതിയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. 25 എൻ്റെ വെഡിങ് ആനിവേഴ്സറി, 26-ാം തീയതി ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. 30-ാം തീയതി എലീസയൊക്കെ കരഞ്ഞു. എലീസ ഉണ്ടായിരുന്നില്ലേ? എലീസ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പേര് കരഞ്ഞ ഒരു ഈവന്റ്. എല്ലാവരും കരച്ചിലായിരുന്നു. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വന്നില്ല. ഞാൻ ഇറങ്ങി കരഞ്ഞുകൊണ്ടാ പോകുന്നത്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ മറ്റുള്ളവരാരും കാണില്ല. മഴയുണ്ടായിരുന്നു. ശരി, അപ്പൊ എനിക്ക് അവരോട് ദേഷ്യം ഉണ്ടാവും ഇല്ലയോ? ആ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ പോയി സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. 8 നിലയിൽ പൊട്ടി. 1,08,00,000 രൂപ നഷ്ടം. ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാധ്യതകൾ തീർത്തിട്ടില്ല. എനിക്ക് ലക്ഷറി കാസോ കാര്യങ്ങളോ ഒന്നും വരാത്തതിന് കാരണം അത് തീർത്തതിന് ശേഷമേ ആ വാഹനങ്ങളെല്ലാം വരൂ. ഇപ്പോഴും കൊടുത്തു തീർക്കാനുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് ആണ് കേട്ടോ, മെയിൻ ഷെയർ ഹോൾഡേഴ്സ് ആണ്, എൻ്റെ പാർട്ട്നേഴ്സ് ആണ്. തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സ്ഥാപനം പൊട്ടിപ്പോയാൽ എന്ത് പറ്റും? നഷ്ടം എല്ലാവർക്കും. മിച്ചത്തിലായാലും എന്ത് പറ്റും? എല്ലാവർക്കും ഗുണം കിട്ടും. നഷ്ടത്തിലായാലും എന്ത് പറ്റും? കാശ് പോയി. അതാണ് ബിസിനസ്. പക്ഷെ ഞാൻ അവർക്ക് എല്ലാവർക്കും തിരിച്ചു കൊടുക്കാവുന്ന ഇപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു ഒട്ടനവധി ഒരു നല്ലൊരു ശതമാനവും കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുക്കാനുണ്ട്. അത് ഈ വർഷം ഡിസംബർ 31 ഈ ആളുകളെല്ലാവരെയും സ്നേഹത്തിലാണ് കേട്ടോ, അവരെല്ലാവരെയും വിളിക്കും, സംസാരിക്കും. അവർക്ക് കൊടുക്കാനുള്ള ചെറിയ ചെറിയ എമൗണ്ട്സുകൾ വെച്ച് എല്ലാ മാസം എന്ന് പറയുന്ന പോലെ കൊടുക്കുന്നുമുണ്ട്. അപ്പോ ഈ പൊട്ടാൻ കാരണം എനിക്ക് അവരുള്ള ദേഷ്യത്തെ ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് വാശിക്കാണ് ഞാൻ ആ സ്ഥാപനം തുടങ്ങിയത്. അതോടുകൂടി എൻ്റെ അധപതനം തുടങ്ങി. ഇപ്പൊ പറഞ്ഞതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കൂ. ഞാൻ അങ്ങനെ 8 നിലയിൽ പൊട്ടി. പിന്നെ വീണ്ടും വിഷമം. അങ്ങനെ 2011 ഞാൻ ആദ്യമായിട്ട് മൈൻഡ് പവർ എന്താണെന്നും എന്താണ് മനസ്സിന്റെ അവസ്ഥയെന്നും ഈ ഫൊർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഉയരാൻ കഴിയുമെന്ന് പഠിച്ചത് 2011. അതുവരെ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ സംഭവിച്ച കാര്യം, അതിന്റെ പ്രതിഫലനം എന്താണെന്ന് കാണണോ നിങ്ങൾക്ക്? എൻ്റെ കയ്യില് വെളുത്ത പാടുകളുണ്ട്. ഒരു ഡോട്ട്സ് ആണ്, അതായത് ഒരു ഡിസീസാണ്, വെള്ള പാണ്ട് എന്ന് പറയും. അത് ഫോം ചെയ്തു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ അത് പറഞ്ഞത് അത് വന്നത് പിന്നെ മൂടാനായിട്ട് കുറച്ച് പ്രോസസ്സ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരേ ഒരു ട്രീറ്റ്മെന്റ് ഇതിനാണ് എനിക്കുള്ളത്. റൈറ്റ്. കൊളസ്ട്രോൾ വന്നു ഈ ശരീരത്തിൽ. സ്ലിം ആണ്, പക്ഷെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചില്ല കേട്ടോ, അതൊന്നും കഴിക്കുകയൊന്നുമില്ല. ഷുഗർ ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊളസ്ട്രോൾ വളരെ ഹെവി ആയിരുന്നു. ഡിൻസീവ് എല്ലാവരും പറഞ്ഞു മെഡിസിൻ വരെ വാങ്ങി. എന്തോ ഒരുപാട് പൈസ കൊടുത്തു മെഡിസിൻ. ഏറ്റവും നല്ല ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്. അപ്പൊ ആള് പറഞ്ഞു എന്തായാലും നിവൃത്തിയില്ല. അങ്ങനെ 5 പേരുടെ അടുത്ത് ഞാൻ പോയി. സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എല്ലാം എടുത്തു. അപ്പൊ അസുഖങ്ങൾ വന്നു, സമാധാനം നഷ്ടപ്പെട്ടു, കൂട്ടുകാരില്ലാതെയായി. അന്നും ഇന്നും നിൽക്കുന്ന ഒരേ ഒരാള് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്. അത് ഡിൻസി മാത്രമാണ്. മക്കളൊക്കെ ചെറുതായിരുന്നു. അപ്പൊ എങ്ങനെയാണോ ഒരാൾക്ക് ഈ ഫൊർഗീവ്നെസ് കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഇനിയും ആർക്കെങ്കിലും
ഇനിയും ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് മറക്കണം, പൊറുക്കണം. പോയി ഇന്ന് തന്നെ കാണാൻ പറ്റുമെങ്കിൽ അവരെ പോയി കണ്ട് സോൾവ്. എന്നെ വിഷമിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന ആളാണ്, റെക്കോർഡൊന്നും ആർക്കും കൊടുക്കരുത്, ആളാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സുവനിയർ പ്രകാശനം ചെയ്ത അദ്ദേഹം. അന്ന് എലീസ അവിടെ ഉണ്ടായിരുന്നു. എലീസയെ കണ്ട് പുള്ളി നെട്ടി. റൈറ്റ്. സത്യല്ലേ? അല്ല, എനിക്കറിയായിരുന്നു വൈചേട്ടന്റെ മൈൻഡ് എന്താന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ഞെട്ടല് എന്താണ് വൈചേട്ടനെന്ന് എനിക്കറിയാം. അതെ. അപ്പൊ അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ചൊക്കെ ആവുക. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കഥ പറഞ്ഞുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ വാശിക്കും വൈരാഗ്യത്തിനും മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനോ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ പറ്റില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ഫംഗ്ഷൻസിൽ നിങ്ങൾ കണ്ടല്ലോ, സോനിയർ പ്രകാശനത്തിനുണ്ടായിരുന്നു. അതിനുശേഷവും ഞാൻ പോയി കാണാറുണ്ട്. നമ്മുടെ 1000 ഡേ സെലിബ്രേഷൻ മെസ്സേജ് ഇട്ടതിൽ കണ്ടല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരും ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചവരുമാണ് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന വ്യക്തികളായി മാറിയത്. എവിടെയും പറയും. കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. സുമീറനെ അറിയോ? എലീസ, സുമീറ മിനിഞ്ഞാവ് സുമീറൻ IT. നമ്മൾ ഒരുമിച്ചുണ്ടായല്ലോ. അതെ അതെ. സുമി പുറത്തായിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. നമ്മുടെ അവിടെ തുടങ്ങിയതാണ്. മിനിഞ്ഞാവുന്ന് സുമി വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. ഒരു പെൺകുട്ടി ഇരിക്കുക, അവിടുത്തെ പെൺകുട്ടി മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും സാറിന് ഞാൻ മരിച്ചു, ആള് മരിച്ചു എന്ന് പറയാനായിരുന്നു. ഞാൻ ഇന്നൊരു സന്തോഷം തരുന്ന കാര്യം പറയാം സാർ. എന്താ പറയുന്നത് കൊണ്ട് വോയിസ് ഇട്ടിരിക്കുക. പറയാണ്, ഇന്ന് സുമി എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അപ്പൊ ഇവിടെ എല്ലാവരും ബൈജുപ്പാം ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അത് കേട്ടപ്പോ തന്നെ സാറിന് മെസ്സേജ് അയക്കുകയാണ്. അതുകൊണ്ട് സുമി ഇന്ന് വന്നു, താങ്ക് യു പറഞ്ഞു. ഇവിടെ എല്ലാവരും ബൈജുപ്പാം എന്ന് പറഞ്ഞു. ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞു, പിന്നെ ബൈജുപ്പാമായി മാറി എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പൊ ഫർഗീവ്നെസ്. ഇനി ആരും ഇപ്പൊ എഴുതി വെച്ചിട്ടുള്ള ഇതാണ് വേർഷൻ 3.0. വേർഷൻ 3.0യുടെ അഡ്വാൻറ്റേജ് അതാണ്. ക്ഷമിക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇന്ന് ആസ്വദിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിന്റെയും ഇരട്ടി ആസ്വദിക്കാൻ കഴിയും. കൺക്ലൂഡ്. ഇന്നത്തെ പോയിന്റ്, മലിനമായ ചിന്ത നാഡീവ്യൂഹത്തെ പോലും തകർക്കാൻ പര്യാപ്തമാണ്. എവിടെയാണോ നമുക്ക് കറക്ഷൻ ഉള്ളത്, ശക്തവും ശുദ്ധവും സന്തുഷ്ടമായ ചിന്തകൾ ഓജസ്സും സൗന്ദര്യവുമുള്ള ശരീരം നിർമ്മിച്ചെടുക്കും. ഈ ഓജസ്സും സൗന്ദര്യവുമുള്ള ശരീരം എന്നത് സൂക്ഷ്മവും വഴങ്ങുന്നതുമായ ഒരു ഉപകരണമാണ്. മനസ്സിന്റെ ശുദ്ധി ശരീരത്തെയും ജീവിതത്തെയും ശുദ്ധമാക്കുന്നു. എപ്പോ മനസ്സിന് ശുദ്ധി വരുന്നുവോ അന്ന് നമ്മുടെ ജീവിതവും ശുദ്ധമാകും. ആപത്തുകൾ മാറിപ്പോവും. അപ്പൊ ഞാനും ജോയ് സാറും ഐസക് സാറും ഒക്കെ കൂടുതലായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇന്നലെ നമ്മൾ അഷ്ടസിദ്ധികളെ കുറിച്ചിട്ടാണ്. ഇതിനെല്ലാത്തിനും ശുദ്ധീകരിക്കാനും ക്ലിയർ ചെയ്യാനും കഴിയുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ മനസ്സിനെ ശുദ്ധി ചെയ്താൽ ശരീരത്തെയും ജീവിതത്തെയും ശുദ്ധമാക്കാം. അതിന്റെ ഒന്നാമത്തെ പോയിന്റാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. മൂന്നാമത്തെ പോയിന്റ് അൺകണ്ടീഷണൽ ലവ് ആണ്. ഞാൻ ഈ പറഞ്ഞ 2 സ്റ്റോറീസിലും ഇത് 3 ഉണ്ട്. ഞാനിപ്പോ അൺകണ്ടീഷണൽ ആയിട്ടാണ് എന്നെ വിഷമിപ്പിച്ചു എന്ന് കരുതുന്ന ആളുകൾ. വിഷമിപ്പിച്ചതല്ല അത്. ആക്ച്വലി വിഷമിപ്പിച്ചതാണോ ക്യാപ്റ്റൻ? അല്ല. സാറിന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ്. അപ്പൊ എനിക്ക് അവരോട് വഴക്കുണ്ടോ? അന്ന് പറഞ്ഞ എന്താ? ബൈജു അന്ന് മീറ്റിംഗിൽ പറഞ്ഞത് ജോൺസൺ സി എബ്രഹാം സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്നും ചാവറയിൽ നിന്നും പോയത് ആണ് ഇന്ന് ഇങ്ങനെ ഒരു മഹത്തായ ഒരു വിബസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ബൈജു ഇരിക്കാൻ കാരണം എന്ന് അദ്ദേഹം വാക്കുകളിലൂടെ പറഞ്ഞു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ റിസൾട്ട്. അന്ന് ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു, ഈ പ്രോഗ്രാം നടത്തിയെന്നും ഇതെങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി എന്നുള്ളതൊക്കെയാണ് കാര്യമല്ല. നിങ്ങൾക്ക് അന്ന് ചിലപ്പോ ഇത് ഒരു ആർഭാടായിട്ട് ഒരു VVIPനെയോ സിനിമാ നടനെയോ സിനിമാ നടിയൊക്കെ കൊണ്ടുവന്നാൽ ആരിലേക്ക് ഫോക്കസ് പോകും? എല്ലാവരും സിനിമാ നടിയിലേക്ക് പോകും.
പക്ഷെ ഞാൻ അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് എൻ്റെ ഒരു പേഴ്സണൽ അഹങ്കാരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ എക്സ്പെൻസ് ഞാൻ തന്നെ എടുക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ പഠിത്തം കിട്ടിയ കോർട്ടി അന്നത്തെ ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തത് വേറെ ആരെയാണ്. അത് എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. എനിക്കത് വേണ്ടിയിരുന്നു. അതിനു വേണ്ടി ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളൊക്കെ വന്ന് യാത്ര ചെയ്ത് വന്നു, ക്ഷമ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. ജോസ് കുര്യൻ സാർ. ഇതില് മലയാളത്തിലൊരു ചൊല്ലുണ്ട് സാർ, കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമടിപ്പിക്കുക പറയും. അയ്യോ, അത്ര വേണം. ഓക്കെ, ജോസ് കുര്യൻ സാർ എന്താ പറയാ? സാറ് ഈ കഥകൾ പറഞ്ഞപ്പോ ഞാൻ 1970-കളിലേക്കൊന്ന് തിരിഞ്ഞുപോയി. ഞാൻ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, എന്റെ ചില ആർട്ടിക്കിൾസിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയതും സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് 73-ലെ പണിമുടക്ക് സമരം. ആ കാലഘട്ടങ്ങളിൽ നിരവധി ചുമരെഴുത്തുകൾ നടത്തിയിട്ടുണ്ട്, പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെയെല്ലാമാണ് ഈ ഡിഗ്നിറ്റി ഓഫ് മാനുവൽ ലേബർ നമുക്ക് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നതും വളരെ പ്രകടമായി കാണപ്പെടുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മറ്റു വല്ലതും കാണില്ലേ, മോശമല്ലേ? പൊതുനിരത്തുകൾ നന്നാക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ കുറച്ചു കാലം റോട്ടറി ക്ലബിലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ NSSൽ എന്തെങ്കിലും ജോലികൾ ചെയ്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. അങ്ങനെ നെമ്മാറ NSS കോളേജിലെ കുട്ടികൾ കൊടുവായൂർ ഗവൺമെന്റ് ആശുപത്രി വൃത്തിയാക്കാൻ വരും. അവരത് വളരെ സന്തോഷത്തോടു കൂടി വൃത്തിയാക്കും. പക്ഷേ ആ റൂട്ടിൽ ഓടുന്ന ബസ് കാണുമ്പോൾ അവർ നേരെ തിരിഞ്ഞു നിൽക്കും. ഇത് വല്ലവരും കാണുമല്ലോ എന്നാണ് അവരുടെ ചിന്ത. യഥാർത്ഥത്തിൽ ഇത് വളരെ മഹത്തരമായി കാണേണ്ട ഒന്നിനെ അങ്ങനെ കാണാതെ പോകുന്നു എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു അപജയമായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, സാറി പറഞ്ഞതൊക്കെ ഈ മാപ്പ് നൽകാനും സ്വയം മാപ്പ് നൽകാനും ഒന്നും അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ ശക്തരാകേണ്ടതുണ്ട്. അതാണ് ആ ശക്തരാകണം എന്നുള്ള പ്രാർത്ഥനയിൽ എപ്പോഴും നിഴലിക്കുന്നത്. ഇത് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമുണ്ട് എന്നെനിക്ക് തോന്നി. അത്തരത്തിൽ ശക്തി ആർജിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ കൺക്ലൂഷൻ. ജോസ് കുര്യൻ സാറിന്റെ കൺക്ലൂഷനോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലോസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതിന്റെ വഴി എങ്ങനെയാണ്? ഈ ഫോർഗീവ്നെസിന്റെ വാല്യൂസ് എന്താണ്? എങ്ങനെ നമുക്ക് രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കാം? എല്ലാ മതങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ അസുഖങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ വിട്ടുപോകും. നമ്മൾ ഇത്രയും പഠിച്ചവരാ. നമ്മുടെ ചിന്തകളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ചിന്തകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യാൻ കഴിയുമെന്നും നമ്മുടെ ഓരോ കോടാനുകോടി സെൽസുകളിലും മാറ്റം വരുമെന്നും നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരാകുമെന്നും ഒക്കെ പറയുന്നു. മധുവർമ്മയൊക്കെ ഇപ്പൊ ചെറുപ്പമായിക്കൊണ്ടിരിക്കണം. പഴയതിനേക്കാൾ ഇത്ര ഗ്ലാമറുള്ള ആളെ ഇനിയും ഗ്ലാമറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായി മാറുന്നു. അപ്പൊ 3 കേസിനെ കുറിച്ച് എഴുതൂ. നമുക്ക് സമയം അനുസരിച്ച് ചെയ്യാം. വിഷൻ ബോർഡ് നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞവർ ഇന്ന് ചെയ്തോളൂ. സ്പേസ് ഇട്ടോളൂ. എനിക്കത് നിറഞ്ഞിരിക്കുന്നത് കാണണ്ട. സ്മിതാജി, നിറഞ്ഞിരിക്കുന്നത് കാണണ്ട. ഇതുപോലെ ചില പോയിന്റ്സുകളായിരിക്കും നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവുക. അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വിഷൻ ബോർഡിനെ മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം ചെയ്യൂ. ഇതുപോലെ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരുടെയും, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, 3 വിഷൻ ബോർഡിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണം. ചില ഇമേജ് കൊണ്ടാകാം. ലവ്, അൺകണ്ടീഷണൽ ലവ്, ലവിനെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതല്ല എങ്കിൽ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നതായിട്ടോ ഫോർഗീവ്നെസ് ചെയ്യുമ്പോഴുള്ളത് ഇതുപോലത്തെ കുറച്ച് ഇമേജസ്. ഗ്രാറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ ഒരു നന്ദി ഉണ്ടാവും. വിമർശനങ്ങൾ മാറ്റി നന്ദി പകരം വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സമാധാനം നിറയും. ആത്മാവിൽ മൃദുലത പൊതിയുന്നു. മനസ്സിൽ അറിവ് നിറയുന്നു. വിമർശനങ്ങൾ മാറ്റി നന്ദി പകരം വയ്ക്കുമ്പോൾ അശുഭകരമായതിനെ ശുഭകരമാക്കാൻ നന്ദിക്ക് കഴിയും. നിങ്ങളുടെ കഷ്ടതകൾക്ക് നന്ദി പറയാൻ ഒരു വഴി കണ്ടെത്തുക. കഷ്ടതകൾക്ക് നന്ദി പറയാൻ, നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ അനുഭവിച്ച കഷ്ടതകൾക്ക് ഒരു നന്ദി പറയാൻ ഒരു വഴിയാണ് ഞാൻ കണ്ടെത്തിയത്.
അത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കും. അനുഗ്രഹമായിട്ടാണ് ഭവിക്കണേ. വളരെ കഷ്ടപ്പെട്ടായിരുന്നു കഴിഞ്ഞു അൺകണ്ടീഷണൽ ലവ്. ഇതുപോലെ സ്വീകരിക്കാൻ, ഇതുപോലെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിന്റെ മുഖം പോലെ നമുക്കായിരിക്കാൻ കഴിയണം. അപ്പോ എൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ എവിടെ ചെന്നാലും അമ്മയുടെ കയ്യിൽ നിന്ന് വരെ കുഞ്ഞിനെ ഞാൻ എടുക്കും. അപ്പുറം ഇതുവരെ ആരുടെ അടുത്ത് കുഞ്ഞു പോയിട്ടില്ല. എല്ലാരും ഇല്ല കേട്ടോ. 99% ഞാൻ അത് ചെയ്യും. 1% ഞാൻ ഇപ്പോഴും വിടുന്നുണ്ട്. ഞാൻ പേടിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. ആ ചെറിയ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നമുക്കറിയാമല്ലോ, ആ കുഞ്ഞും മറിക്കുകയാണെങ്കിൽ ഞാൻ പേടിക്കും ആ കുഞ്ഞിനെ ഓർത്ത്. അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അടുത്ത് വരും. ആരുടെ അടുത്തൊക്കെ വരും? ധൈര്യം പറ. നിങ്ങളൊരു കുഞ്ഞാവയെ കൈ കാണിച്ചു, ഒരു ചെറിയ കുഞ്ഞാവയെ കൈ കാണിച്ചു. എലീസ ഓക്കെ ശരിയല്ലേ? വരുമല്ലോ? വരും. ജാൻവി സാറിന്റെ അടുത്ത് വരും. ശരി, നമുക്കൊന്ന് രമാ മിസ്സേ വരുമല്ലോ? കുഞ്ഞുങ്ങൾ അത് വന്നാൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയി. നിങ്ങൾ സർട്ടിഫൈഡ് ആയി. ഓക്കെ, ഇനി വരത്തിൽ ജയ്മോൾ വരും. ആ ജയ്മോൾ എനിക്കറിയാം, ഉറപ്പായിട്ട് കൊണ്ടുവരും. താങ്ക് യു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ 3 പോയിന്റ്സും കുറച്ച് ഒരു 5-10 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു. ഇതാണ് 3 പ്രധാനപ്പെട്ട പോയിന്റ് വിഷൻ ബോർഡിൽ വരണമെന്നുള്ളതുകൊണ്ട്. ഇന്നലെ സജീവ് സാറും ജോയ് സാറും ഐസക് സാറും ഒക്കെ പറഞ്ഞു നമ്മളിങ്ങനെ ഇനി അത് നീണ്ടു പോകണ്ട, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പറയുന്നത്. കാരണം വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു വെക്കണം എന്ന് ഇന്നലെ ഞങ്ങളുടെ കോർട്ടി മീറ്റിംഗിൽ ഒരു ഡിസ്കഷൻ പോയി. അതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി സമയം കൂടുതൽ എടുത്തിട്ട് ഞാനിത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫൊർഗീവ് ചെയ്യുക, എങ്ങനെയാണ് നന്ദി ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുക അൺകണ്ടീഷണൽ. എളുപ്പമല്ല സർ പറഞ്ഞ പോലെ. ആണോ കേസ് നായർ സാബ്? എളുപ്പമാണോ? നിരുപാധികമായി സ്നേഹിക്കാനും അതല്ല, പക്ഷെ എന്തോരം സന്തോഷം ഉണ്ടല്ലേ ഇപ്പൊ നായർ സാബ്? വെരി ഹാപ്പി. അപ്പൊ ഈ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷൻ ബോർഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഇതെല്ലാം സാക്ഷാത്കരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരെണ്ണം പോലും വിട്ടുപോകില്ല. ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും. അന്ന് നിങ്ങൾ ചമ്മിക്കൊണ്ടൊരു മുഖമായിട്ട് എന്നെ സ്വീകരിക്കരുത്. ഞാൻ വരും. ലേഖാജി അവിടെ മസ്കറ്റിലാണെങ്കിൽ നിങ്ങൾ മസ്കറ്റിൽ നിന്ന് ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഞാൻ വരും. എന്നിട്ട് വിഷൻ ബോർഡ് കാണാം. എങ്ങനെ കൊണ്ടുവന്നാലും കൊണ്ടുവരണം കേട്ടോ. മറിച്ച് കളയരുത്. ചുരുട്ടി ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുവരണം. കൊണ്ടല്ലേ ലീവിന് വരുമ്പോ? വരുമ്പോ അന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിക്കും. ഞാൻ തൃപ്തിയോടുകൂടെ ആയിരിക്കില്ല തിരികെ പോരുക. തൃപ്തിയോടുകൂടി പോരോ രേഷ്മാജി? ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്നോട് കാണിച്ചു തരണം. ഇത് കഴിഞ്ഞു സാർ, ഇത് കഴിഞ്ഞു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു എന്നുള്ളത് പറയണം. അങ്ങനെയുള്ള വിഷൻ ബോർഡ് മതി. പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? വെക്കരുത്. ഒരു ഇമേജും വെക്കരുത്. ഓക്കെ, നിങ്ങൾക്കൊരു വർമ്മ കാറ്ററേഴ്സ്, വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ഞാനൊരു കാര്യം കൂടി വിഷൻ ബോർഡിൽ പറയാം. വർമ്മജി, നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നവരുടെ ഫോട്ടോയും അഭിപ്രായവും രേഖപ്പെടുത്തുന്ന ഫ്രെയിമുള്ള ഒരു വിഷൻ കൂടി അതിനകത്ത് ഉണ്ടാവും. അതായത് നല്ല ഭക്ഷണം കഴിച്ചു, ഇനി ഞാൻ തൃപ്തിയോടുകൂടി പോകുന്നു എന്ന് പറയുന്ന അവരുടെ വാക്കുകളെ അവിടെ എഴുതി വെച്ചിട്ടുള്ളതും അവരുടെ ഫോട്ടോ നമ്മളെടുത്ത് അതിലൊട്ടിച്ചു വെക്കുന്നതും ഒരു വിൻഡോ ഉള്ളൊരു കാര്യം കൂടി വിഷൻ ബോർഡിൽ ഇന്ന് വെക്കണം. ക്ലിയർ ആയോ? ഒരു 100 പേരുടെ എന്തോ സുൽത്താൻ ബത്തേരി ഹിൽട്ടൺ ഹോട്ടലിൽ പോയാൽ, ഹിൽട്ടൺ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ? പോകുന്നുണ്ട്. ഹിൽട്ടണിൽ പോകുമ്പോൾ അവിടെ എഴുതി ഭിത്തിയിൽ എന്തൊക്കെയാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതേ സാധനം വിഷൻ ബോർഡിൽ ഇംപ്രഷൻ നിങ്ങളുടെ ഉണ്ടാവും. റൈറ്റ്? ശരി. സന്തോഷ് കോവിൽ സാർ, ഗൈഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ക്ലിയർ? BBC ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തു. അവർ നേരിട്ട് വന്നിട്ട് പറയണം. അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഏജൻസി നിങ്ങളെ കുറിച്ച് വരുന്നു. ഗൈഡ് എന്ന് പറയുന്ന സ്ഥാപനം, സന്തോഷ് കോവിൽ രാധാകൃഷ്ണൻ സാർ, RK എന്ന് വിളിക്കപ്പെടുന്ന അവരോട് തുടങ്ങിയൊരു സ്ഥാപനം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു പ്രസ്ഥാനമായി മാറിയത് എങ്ങനെയാണെന്നുള്ളത് റിപ്പോർട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വിഷൻ ബോർഡിൽ 2 പേരുടെയും വെക്കണം. പറ്റുമെങ്കിൽ അത് ഓഫീസിലും വെക്കണം. നിങ്ങളുടെ വിഷൻ ബോർഡ്, ഈ സ്ഥാപനത്തിന് ഒരു വിഷൻ ബോർഡ് ഉണ്ടാവണം. അതാണ് വേണ്ടത്. അപ്പൊ പറയണം, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ മനുഷ്യത്വമുള്ളവരായി മാറി. മനുഷ്യത്വം പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് ഇന്നേ വരെ ഒരു സ്ഥലവും ഇതുവരെ സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്.
അപ്പൊ ലോകം ഈ 158 രാജ്യങ്ങളിൽ പോയ ആ മനുഷ്യന് ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ എന്ത് പ്രവണത? അതായിരിക്കണം ഗൈഡ്. ക്ലിയർ ആയോ? മനുഷ്യത്വമുള്ള മനുഷ്യന്മാരെ, കുട്ടികളെ, ആളുകളെ സൃഷ്ടിക്കുന്ന കേന്ദ്രം. ഗീതാലക്ഷ്മി മാം എന്റെ പുറകിൽ കൂടെ ഉണ്ടാവണം. സംഗീത ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് പോകണം. യോഗയോ എന്താണോ നമ്മുടെ മേഖല അതിൽ പാട്ട് പഠിപ്പിക്കാനോ യോഗ പഠിപ്പിക്കാനോ ഒക്കെ മാഡവും അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് പോകുന്നത് ഇപ്പൊ തന്നെ കണ്ടോളാം. ഇപ്പൊ കിട്ടിയില്ലേ? റൈറ്റ്. അങ്ങനെ എല്ലാവർക്കും ഒരു പേഴ്സണലും ഗ്രൂപ്പും ആയിട്ടുള്ള വിഷൻ ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആവശ്യം. അതായിരിക്കണം വിഷൻ. അല്ലാതെ ആർഭാടത്തിനും അഹങ്കാരത്തിനും വേണ്ടിയിട്ട് ഇമേജുകൾ വെച്ചൊരു തൃപ്തിക്ക് വേണ്ടി ഇമേജ് വെക്കുന്നതായിരിക്കരുത് ഈ പ്രാവശ്യത്തെ വിഷൻ ബോർഡ്. ഒരു പിക്ചറേ ഉള്ളൂ. എന്താ ജോസ് കുര്യൻ സാറിന്റെ ഒറ്റ പിക്ചറിലാണ് നമ്മൾ കാണിച്ചത്. എന്താ അത്? 100ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ സെലിബ്രേഷന് ഹാപ്പിനെസ് വില്ലേജിലേക്ക് പോകുന്നു. ഒറ്റ പിക്ചറിൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയുണ്ട്? അദ്ദേഹം ജീവിച്ച് കാണിച്ച പാഠങ്ങൾ, കരിയർ, മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുമ്പോൾ അത് കരിയർ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടുക. ഒന്ന്, ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ 100ാമത്തെ വയസ്സിൽ അതുപോലെ കാറോടിച്ചു പോകാൻ പറ്റുള്ളൂ. 2, 3, നല്ല ബന്ധങ്ങളുണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഹാപ്പിനെസ് വില്ലേജിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരാളുടെ ജീവിതത്തിലെ ചരിത്രവും കാര്യങ്ങളും എല്ലാം. അപ്പൊ നല്ല ബന്ധങ്ങൾ, ആയിരങ്ങളും 10,000ങ്ങളും. ഇപ്പൊ ഇനി ഹാപ്പിനെസ് വില്ലേജിൽ ഒരു വർഷം വരുന്നത് 17,000 ആളുകളാണെങ്കിലും 17,000 ആളുകളുടെ ബുക്കിലും ജോസ് കുര്യൻ എന്ന് പറയുന്ന സാറിന്റെ ഒപ്പ് പതിഞ്ഞിട്ടുണ്ടാവും. ഒരു വാക്കെങ്കിലും ഉണ്ടാവും. ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വാക്കുണ്ടാവും. അങ്ങനെ ഈ 17,000 കുടുംബങ്ങളിൽ 17,000 ആളുകളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകും. വെൽത്ത് ഇത് വെറുതെ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇതിനെല്ലാത്തിനും റെമ്യൂണറേഷനും ഇവിടെ നടക്കുന്ന കമ്പനികളുടെ എല്ലാ ഗ്രോത്തിലും വരുമാനം അദ്ദേഹത്തിന് കിട്ടിക്കണം. അങ്ങനെയാണ് 2.25 കോടിയുടെ കാറ് ആ 100ാമത്തെ വയസ്സിൽ വാങ്ങുക. റൈറ്റ്. മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇപ്പോ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ ഇരട്ടി ഉണ്ടാവില്ലയോ? അപ്പൊ മാനസികമായി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനും പൂർണ്ണ സന്തോഷവാനുമായിരിക്കും. അടുത്തത് ഇന്റലക്ച്വൽ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന ഓരോ കുഞ്ഞിന്റെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ജോസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇപ്പൊ പറയുന്ന വലിയ ആശയങ്ങൾ സാമ്പത്തികം കൊണ്ട് പറയുകയല്ല, പ്രവർത്തിക്കാൻ കഴിയും. കാരണം കാശുണ്ട്, സ്വാധീനമുണ്ട്, കേരളം മുഴുവൻ ആളുകളുണ്ട്. ലോകം മുഴുവൻ ആളുകളുണ്ട്. മസ്കറ്റിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ലേഖ മാമിനെ വിളിച്ചും ജോസ് കുര്യൻ സാർ ഒരു 5 കോടി രൂപ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഒരു ദുരന്തമുണ്ട്, ഒരു വിഷമമുണ്ടായി. അപ്പൊ സോഷ്യൽ വർക്കായി. കാശുണ്ട്, ആളുകളുണ്ട്. അപ്പൊ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇത് തന്നെയാണ് ആത്മീയത. അപ്പൊ ഒരു ഒറ്റ പിക്ചറുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും വേണം ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയണം. അങ്ങനെ മനോഹരമായ ഒരു വിഷൻ ബോർഡ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു.